സഭാ തർക്കത്തിൽ സമാധാന ചർച്ച നടത്താൻ പോകുന്ന മുഖ്യമന്ത്രി അറിയണം. യാക്കോബായ സഭ, അതിലെ മെത്രാന്മാരും ബാവമാരും ആരാണ് എന്നറിയുക. അതിലെ മെത്രാന്മാർ എല്ലാം നിയമപ്രകാരം അവർ നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് അവർ മലങ്കര ഓർത്തഡോക്സ് സഭ അംഗങ്ങളാണ്. ചിലർ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുമായിരുന്നു. അവരിൽ 6 പേരും 1996 ശേഷം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1934 സഭാ ഭരണഘടന അനുസരിച്ച് നടന്നുകൊള്ളാമെന്ന് മുൻസിഫ് മുതൽ സുപ്രീം കോടതി വരെ സത്യവാങ്മൂലം നൽകിയവരാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും മലങ്കര ഓർത്തഡോക്സുകാർ എന്ന് ഇന്ത്യൻ നിയമത്തിന്റെ മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്തവർ. സമൂഹ മാധ്യമങ്ങളിലും കേരള ഗവൺമെന്റിലും ഇവരുടെ ലേബൽ യാക്കോബായ മെത്രാന്മാർ. കേരളം വിട്ടാൽ ഇവർ സിറിയക് ഓർത്തഡോക്സ് മെത്രാന്മാർ. ഇവർ 1974 മുതൽ കയ്യേറിയ ഓർത്തഡോക്സ് പള്ളികൾക്ക് ഇന്നത്തെ പേര് യാക്കോബായ പള്ളി. പള്ളിയുടെ മുന്നിൽ പതിച്ചിരിക്കുന്ന എംബ്ലം സിറിയക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസിന്റേതും. പള്ളി രൂപം, ആകൃതി, സംസ്കൃതി മലങ്കര ഓർത്തഡോക്സ് സഭയുടേത്. ആരാധനാ രീതികളും ക്രിസ്തുമസ്, ഈസ്റ്റർ, മറ്റ് എല്ലാ കാര്യങ്ങളും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പോലെ. ഇവരുടെ മുഖ്യ പ്രശ്നം സുപ്രീം കോടതി ഉത്തരവ് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ്. ഇവരുമായി ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ച എന്താകും? ആശങ്ക പങ്കുവെച്ചെന്ന് മാത്രം.